നമസ്കാരം. കേരളത്തിലെ പ്രഥമ പൗരൻ ഗവർണറും നമ്മുടെ മുഖ്യ നായകനും തമ്മിലുള്ള വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും നടക്കുകയാണ്. അതിനിടയിൽ രണ്ട് പാർട്ടികളുടെയും യുവസംഘടനകൾ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസവും ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ അറിയുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഒരാശങ്കയുണ്ട്, എന്താണ് ഇനി സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ സദസ്സിൽ, ഞങ്ങളുടെ ക്ലബിലെ ഒരു സൗഹൃദ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ, മനോ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ നല്ല ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളാണ്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്, അടിമയായിപ്പോയി, CPM-ൻ്റെ അടിമയായിപ്പോയി. കോട്ടയം CMS കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ SFI-യുമായി ചേർന്ന് പ്രവർത്തിച്ച് അങ്ങനെ CPM-ൻ്റെ പിണിയാളായി മാറിയ ഒരാളാണ് മനോ. പക്ഷേ നല്ല പയ്യനാണ്. അവൻ ആ സദസ്സിൽ വെച്ച് നമ്മുടെ ഗവർണറെ അങ്ങ് ചീത്ത വിളിക്കുകയാണ്. അയാൾ എന്താണ് കാണിക്കുന്നത്? എന്താണ് ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലേ? പ്രോട്ടോക്കോൾ എന്താണെന്ന് അറിയില്ലേ? എങ്ങനെയാണ് അദ്ദേഹം പെരുമാറേണ്ടത്? ഇവനങ്ങ് വാചാലനാകുകയാണ്. അതിനുശേഷം അയാൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. നിരന്തരം ബാറിൽ പോയി കള്ളു കുടിക്കുകയും പൊതുമണ്ഡലത്തിൽ ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന ഒരാൾ പരീക്ഷ എഴുതിയോ അല്ലെങ്കിൽ കൊളീജിയത്തിൻ്റെ ശുപാർശ പ്രകാരമോ ജഡ്ജായി മാറിയാൽ അദ്ദേഹം ആ പ്രോട്ടോക്കോൾ പാലിക്കണം. പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല, അങ്ങനെ വലിയ സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല, വളരെ സംയമനത്തോടെ ഒതുങ്ങിയ ഒരു ജീവിതമായിരിക്കണം നയിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഗവർണർ. മനോ പറയുകയാണ്, അയാൾ കോൺഗ്രസ്സിലായിരുന്നു, അവിടുന്ന് ജനതാദളിലോ മറ്റോ പോയി, വീണ്ടും കോൺഗ്രസ്സിൽ വന്നു, ഇപ്പോൾ BJP-യിലേക്ക് ചാടിക്കലയുടെ കൊച്ചുരാമ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഗവർണർ പദവി കിട്ടിയപ്പോൾ പഴയ രാഷ്ട്രീയക്കാരൻ്റെ ആ പുറംമൂടി എടുത്ത് അണിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാചാലനായി. അപ്പം ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടി മാറുന്നത് വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ വന്യവയോധികനായ KV തോമസ് കോൺഗ്രസിൽ നിന്നും വിട്ട് ഒരു ചെറിയ എച്ചിൽ കഷ്ണത്തിന് വേണ്ടി CPM-ലേക്ക് വന്നപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാർട്ടിയല്ലേ നിങ്ങളുടേത്? പിന്നെ നിങ്ങൾ ആ ചരിത്രമൊന്നും പറയണ്ട. കോഴിക്കോടിലൊരു പ്രദീപ് 40 വർഷത്തോളം DCC സെക്രട്ടറി ആയിരുന്നൊരു മനുഷ്യൻ വളരെ പെട്ടെന്ന് CPM-ലേക്ക് മാറുകയും ഏതോ ഒരു വാഴപ്പിണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്ത് ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ച പാർട്ടിയാണ്. ആ ചരിത്രം പറയണ്ട, ബാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. മനോ അങ്ങ് വാചാലനാകുന്നു. ഈ സമയത്ത് വിജയൻ നായർ എന്ന് പറയുന്ന ഒരു സാത്വികനായ മനുഷ്യൻ അയാൾ പറഞ്ഞു, നീ ഒന്ന് നിർത്തിക്കേ. മനോ നിർത്തി. നീ ക്രിസ്ത്യാനിയല്ലേ? അതെ. നീ യേശുക്രിസ്തുവല്ലേ വിശ്വസിക്കുന്നു? അതെ. നീ യേശുക്രിസ്തു ദൈവത്തിനാണെന്ന് പറയുന്നു, നിരന്തരമായി പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥന നടത്തുന്നു, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു, ശരിയല്ലടാ? അതെ. ആ യേശുക്രിസ്തു ഒരു ദിവസം ചാട്ടവാറെടുത്ത് ദേവാലയത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് നീ ബൈബിളിൽ വായിച്ചിട്ടില്ല. മനോ ഒരു നിമിഷം നിശബ്ദനായി. വിജയൻ നായർ വാചാലനാകാൻ തുടങ്ങി. വളരെ നല്ലവനായ ദൈവപുത്രനായ യേശുക്രിസ്തു ചാട്ടവാറുമായിട്ട് ഇറങ്ങിയെങ്കിൽ വളരെ സംയമനം പാലിക്കേണ്ട, പ്രോട്ടോകോൾ പാലിക്കേണ്ട ഗവർണർ ഈ തോന്നിയാസങ്ങളെ കണ്ടാൽ ഇറങ്ങിയതിൽ എന്താണ് തെറ്റ്? അവിടെ ഇരുന്നവർക്കെല്ലാം മനസ്സിലായി വിജയൻ നായർ ഒരു BJP അനുഭാവിയാണ്. മനോ ആ നിശബ്ദത മുറിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ കുരിശിൽ കയറാൻ തയ്യാറായിക്കോണം. ആ ചാട്ടവാറെടുത്തിൻ്റെ പരിണിതഫലമാണ് യേശുക്രിസ്തു കുരിശിൽ കയറിയത്. വിജയൻ നായർ അങ്ങ് പൊട്ടിത്തെറിച്ചു. ഇവൻ്റെയൊക്കെ തന്ത വിചാരിച്ചാൽ ഞങ്ങളുടെ ഗവർണറെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ശബ്ദം ഇത്തിരി കടുത്തു. പെട്ടെന്ന് തന്നെ എല്ലാവരും വിജയൻ നായരെ ശാന്തനാക്കി. ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ജോസ് തോമസ് റിയാക്ട് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ജോസ് തോമസ് റിയാക്സിൽ പറയാം എന്ന് പറഞ്ഞ് ആ രംഗം അവിടെ ശാന്തമാക്കി. ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്, ആരാണ് ഇവിടെ കുറ്റക്കാർ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനങ്ങളാണ് കുറ്റക്കാർ. ഈ ചക്കളാത്തി പോരാട്ടം കണ്ടുകൊണ്ട് ആശങ്കയോടെ ജീവിക്കേണ്ടി വരുന്ന ജനങ്ങൾ മണ്ടന്മാരാണ്. വോട്ട് തെണ്ടി എല്ലാവരുടെയും മനസ്സ് മാറ്റി അധികാരത്തിലെത്തുന്ന ഈ രാഷ്ട്രീയക്കാർ ആ കസേര കൈയടക്കി കഴിയുമ്പോൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രി രാജാവെന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്, രാജാവ്. അദ്ദേഹം ആ വിളി കേട്ട് ഭയങ്കര സംതൃപ്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജാവിന്റെ ഒരു പത്രസമ്മേളനം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഗവർണർ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതെന്ന് മുഖ്യമന്ത്രി. ഇവിടെ കരിക്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകുന്നതാണോ ആരെങ്കിലും? അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് അൽഷൈമേഴ്സ് ബാധിച്ചു, മറവി രോഗം. ഒരു കറുത്ത തുണി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ കറുത്ത തുണി കാണിച്ചപ്പോഴല്ലേ അവരെ അടിച്ച് നിലംപരിശാക്കിയത്? മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം തോക്ക് മാറ്റിവെച്ച് ലാത്തിയെടുത്ത് അവരുടെ തലതല്ലി പൊട്ടിച്ചത്, ചെടിച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ട് അടിച്ച് പൊളിച്ചത്, ഇതെല്ലാം മറന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് അതിന് കുറ്റമെന്ന്. ഗൺമാൻ അടിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഗൺമാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുക. അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് കള്ളം പറയുകയാണെന്ന്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളെന്താ മനുഷ്യരെ കബളിപ്പിക്കുകയാണ്? നിങ്ങൾക്ക് സ്വയം തോന്നണ്ടേ ഞാൻ ഈ പറയുന്നത് കള്ളമാണ് എന്ന് കേട്ടിരിക്കുന്നവർക്ക് തോന്നുമെന്ന്? നിങ്ങൾക്കങ്ങനെ തോന്നാത്തിടത്തോളം കാലം നിങ്ങൾക്കെന്തോ രോഗം ബാധിച്ചിരിക്കുന്നു, അസുഖമാണ് എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയേണ്ടി വരും. ആ പോരാട്ടങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് ഗവർണറുടെ വെല്ലുവിളി. ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ ചങ്ങാതിമാരായിരുന്നു. കാശ്മീരിൽ നിന്നും കൊണ്ടുവന്ന സ്വീറ്റ്സുമായി ഗവർണർ മുഖ്യമന്ത്രിയെ കാണാൻ പോയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അതിൻ്റെ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പലതവണ ഗവർണറെ കാണാൻ ചെല്ലുന്നു. അങ്ങനെ പരസ്പരം കൊടുത്തും
മേടിച്ചു. അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. മേടിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ RSSകാരനായ ഹരിയസ് കർത്തായെ നിയമിക്കാനായിട്ട് മുഖ്യമന്ത്രി ഉത്തരവിടുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ പലതവണയുള്ള ആവശ്യപ്രകാരമാണ് നമ്മുടെ കണ്ണൂർ VC വീണ്ടും നിയമിച്ചത്. അതെല്ലാം പത്രങ്ങളിൽ വാർത്തയായിരുന്നു. കോടതിയിൽ തന്നെ ഗവർണർ പറഞ്ഞിരിക്കുന്നു, എനിക്ക് നിർബന്ധം സഹിക്കവയ്യാതെയാണ് ഞാനത് ചെയ്തതെന്ന്. ഒരവസരത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ഈ ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തോളൂ, എന്നെ ഒന്ന് ഒഴിവാക്കി തരൂ. അന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു, എപ്പോൾ എന്ത് പറഞ്ഞാലും ഗവർണർ അനുസരിക്കും, അതുകൊണ്ട് തൽക്കാലം അത് ഏറ്റെടുക്കേണ്ട. അല്ലെങ്കിൽ ആ വാക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ വാചകത്തിൻ്റെ പുറത്ത് മുഖ്യമന്ത്രി ചിലപ്പോൾ ആ ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തേനെ. ഇവിടെ ഒരു കാര്യം ബാക്കിയാവുന്നു, നമ്മുടെ ഗവർണർ കുറ്റക്കാരനാണ്, അത് അവസാനം പറയാം. പക്ഷേ ഇതുപോലൊരു ഗവർണർ ചില നിലപാടുകൾ എടുത്തില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ലോകായുക്ത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് തന്നെ ഇവിടെ ബ്യൂറോക്രാറ്റുകളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അഴിമതി അന്വേഷിക്കാനും അതിനെതിരെ നടപടിയെടുക്കാനുമാണ്. അവസാനം ലോകായുക്തയുടെ വിധിപ്രകാരം മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്ന ആളല്ലേ ജലീൽ. ആ ലോകായുക്തയുടെ കാലും കൈയും കെട്ടി കണ്ണ് മൂടി അതിൻ്റെ സുപ്രീം അധികാരം മുഖ്യമന്ത്രിക്കാണെന്ന് കൊണ്ടുവരുന്ന ഒരു ബില്ല് മന്ത്രിസഭ പാസ്സാക്കി. ആ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പോഴും ഒപ്പുവെച്ചിട്ടില്ല, രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പല ബില്ലുകളും അയച്ചിട്ട് ചിലതൊക്കെ ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പുവെച്ചാൽ അത് നിയമമായി പാസ്സാകും. ഇതിനൊക്കെ പണ്ടുകാലത്ത് ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഗവർണറുടെ പോസ്റ്റ്, എന്തിനാണ് ഈ അധികാരം, ആവശ്യമില്ലാത്തൊരു പദവി എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതല്ല. ഇതുപോലെ എന്ത് തോന്നിയാസവും ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ കാണിക്കാൻ കഴിയുന്ന ഒരു മന്ത്രിസഭയുണ്ടെങ്കിൽ അതിന് കടിഞ്ഞാണിടാൻ ഒരു ഗവർണർ ആവശ്യം. ഇവിടെ ഗവർണർ RSSകാരനാണോ BJPക്കാരനാണോ എന്നൊന്നും അല്ല പ്രശ്നം. ഗവർണർ പദവിയിലാണ് ഇരിക്കുന്നത്. ആ പദവി കൃത്യമായും ഉപയോഗിച്ചാൽ ഇവിടെ രാഷ്ട്രീയ മേലാളന്മാരുടെ പല തോന്നിയാസങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. ഇതിനിടയിൽ ഗവർണറെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. 15 കോടി രൂപയാണ് ഒരു വർഷത്തെ ചെലവിന് മാറ്റിവെച്ചിരിക്കുന്നത്. അതിപ്പോൾ കവിഞ്ഞിരിക്കുന്നു. ഗവർണർ എങ്ങോട്ടാണ് ഇത്ര യാത്ര ചെയ്യുന്നത്? നിരന്തരം ഡൽഹിയിൽ പോകുന്നു, പല സ്ഥലങ്ങളിലേക്കും മാറി മാറി യാത്ര ചെയ്യുന്നു. ഇതൊക്കെ അനാവശ്യ ചെലവാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ CPMകാർ ചില ആയുധങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാലും ചങ്കൂറ്റത്തോടെ കോഴിക്കോട് ചെന്ന് ആ സർവകലാശാലയ്ക്കുള്ളിൽ താമസിച്ച് അവിടെ നിന്ന് ഒരു പോലീസുകാരുടെയും ആകുമ്പടി വേണ്ട എന്ന് പറഞ്ഞ് മിഠായി തെരുവിലേക്ക് പോയി അവിടുന്ന് ഹൽവ മേടിച്ച് കുട്ടികളുമായി സെൽഫി എടുത്ത ഗവർണർ ജനകീയനാണ് എന്ന് BJPക്കാർ പറയും. എന്നാൽ മുഖ്യമന്ത്രി ചോദിക്കുന്നു, ആ പദവിയിലിരിക്കുമ്പോൾ ആ പ്രോട്ടോകോൾ പാലിക്കണ്ടേ? അപ്പോൾ പോലീസ് പറയുന്നു, ഗവർണർക്ക് പ്രോട്ടോകോൾ അങ്ങനെ പാലിക്കേണ്ട കാര്യമില്ല, പ്രോട്ടോകോൾ പാലിക്കേണ്ടത് പോലീസാണ്. ആ പോലീസ് തന്നെ ഗവർണറുടെ യാത്രാ വഴികൾ SFIക്ക് ചോർത്തിക്കൊടുത്ത് SFIക്കാരെ കൊണ്ട് മുദ്രാവാക്യം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയുള്ള പോലീസുകാർ ഇവിടെയുണ്ട്. ഇതിനിടയിൽ നിങ്ങളൊരു വീഡിയോ കാണുക. SFIയുടെ സമുന്നത നേതാവാണല്ലോ ആർഷോയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു. മകനെ വരൂ, പോയി നീ സമാധാനമായിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്ത് ആശ്വാസത്തോടെയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ KSUക്കാരെ അടിച്ച് തലപൊളിക്കുന്നു. പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളിപ്പോൾ ഭരിക്കുന്ന മന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ ഒക്കെ വാക്കുകൾ കേട്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി പുതിയൊരു മന്ത്രിസഭ വരുമ്പോൾ, പുതിയൊരു ഭരണകൂടം വരുമ്പോൾ നിങ്ങൾ അവരെ അനുസരിക്കുന്നു. നിങ്ങൾ ആദ്യമായി കാക്കയുടെ വില കളയരുത്. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഭയപ്പെട്ടൊന്നും ചെയ്യരുത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് പേടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ധരിക്കുന്ന ആ യൂണിഫോമിനോട് നീതി പുലർത്തുക. അല്ലാതെ SFIക്കാരാണെന്ന് കരുതുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുക. കാരണം ഇപ്പോൾ CPM അല്ലെങ്കിൽ LDF ഭരിക്കുന്നു. അതുകൊണ്ടല്ലേ ഭരണമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ പിള്ളേരെ അടിച്ചൊതുക്കുന്നു. ഇത് പോലീസിന് നരനായിട്ട് തന്നെയാണ്. പ്രതിപക്ഷം എന്ന് പറയുന്ന BD സതീശനുമൊക്കെ നോക്കൂത്തിയായി മാറിയിട്ടുണ്ടെങ്കിലും കുറച്ച് KSU പിള്ളേർ അവർ ശക്തരായി ഇറങ്ങുകയാണ്. അതിനിടയിലാണ് ആർഷോ സംഘം ഗുണ്ടാവിളയാട്ടം നടത്തുന്നത് കോഴിക്കോട്. ആർഷോയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഭാവിയുടെ വാഗ്ദാനങ്ങളായ ചെറുപ്പക്കാർ ഒരു കരിങ്കുടി കാണിച്ചാൽ അതിനിത്രയും ആശങ്കപ്പെടേണ്ട എന്തിനാണ്? ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ ആർഷോമാരൊക്കെ മുഖ്യമന്ത്രി പദത്തിലേക്കും നേതൃത്വത്തിലേക്കും എത്തുന്നതിന് മുമ്പ് ഈ ഭൂമുഖത്തുനിന്ന്
രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അങ്ങില്ലാതായിരുന്നെങ്കിൽ, ബ്രണ്ണൻ കോളേജിൽ കൊലക്കത്തിക്ക് നടുവിലൂടെ നടന്നുവെന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ചില മനുഷ്യർ ആലോചിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹമൊക്കെ നേതൃത്വത്തിലെത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു തലമുറ അങ്ങനെ ആഗ്രഹിക്കും. ഞാനെങ്കിലും അങ്ങനെ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ? കാരണം ഈ ആർഷോമാരും ജെയ്ക് സി തോമസുമാരും ഒക്കെ കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും. അവസാനമായി ഗവർണറെ കുറിച്ച്, നിങ്ങൾ RSSകാരനോ BJPക്കാരനോ ഒക്കെ ആയിരിക്കാം, നിങ്ങളിരിക്കുന്നത് ഗവർണറുടെ കസേരയിലാണ്. ആ കസേരയുടെ മഹത്വം വാക്കുകളിലെങ്കിലും ഉപയോഗിക്കണം. റോഡിലിറങ്ങി SFIക്കാര് ഗോഗ്വ വിളിക്കുന്നത് പോലെ തിരിച്ചു വിളിക്കരുത്. മാനുഷികമായ ചില ബലഹീനതകളൊക്കെ ഉണ്ടാവും. പക്ഷേ എത്രയും പെട്ടെന്ന് ആ കസേരയുടെ മഹത്വം കൂടി ഒന്ന് ആലോചിക്കണം. നമ്മൾ പറയുമല്ലോ, മുഖ്യമന്ത്രി കസേരയിലോ മന്ത്രി കസേരയിലോ ഗവർണർ കസേരയിലോ ഒക്കെ എത്തുന്ന അത് മനുഷ്യർ തന്നെയാണ്. പക്ഷേ ആ കസേരയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സംയമനം പാലിക്കേണ്ടവരാണ് ഇവർ. പക്ഷെ പലപ്പോഴും ആ സംയമനം ഞാനീ പറഞ്ഞ ആളുകൾക്കില്ലാതെ പോകുന്നു. എന്തുകൊണ്ട്? അവർ പച്ച മനുഷ്യരായതുകൊണ്ടല്ല, അവരുടെ ഉള്ളിൽ ക്രിമിനൽ വാസന ഉള്ളതുകൊണ്ടാണ്. ഇത്തരം ക്രിമിനലുകൾ നമുക്ക് വേണോ? ഏത് പദവിയിലായാലും ആലോചിക്കുക, ആലോചിച്ചുറപ്പിക്കുക. താങ്ക് യു.